നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര MC റോഡിൽ ഇന്ന് പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയുണ്ടായി. ഇന്ന് രാവിലെ നിർത്താതെ പെയ്ത മഴയിലാണ് ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇനിയും ഇതുപോലെ നിർത്താതെ മഴ പെയ്താൽ ഒരു പക്ഷേ ഈ റോഡ് മുഴുവൻ വെള്ളത്തിനടിയിലാകും. വെള്ളം പൊങ്ങുന്നത് മൂലം വ്യാപാരികളും വഴിയാത്രക്കാരുമാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. നമ്മളൊരു തയ്യൽ മെഷീൻ കട നടത്തുന്ന വ്യക്തിയാണ്. ഇപ്പോൾ രാവിലെ വന്നപ്പോൾ ഇവിടെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കടയുടെ ഫ്രണ്ട് കംപ്ലീറ്റ് വെള്ളമാണ്. ഒരു കസ്റ്റമറിന് ഒരു മുട്ടുസൂചി വാങ്ങിക്കാൻ പോലും വരാത്ത രീതിയിലുള്ള വെള്ളമാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. അതായത് ഈ പരിസരത്തുള്ള എല്ലാ വെള്ളവും കൂടെ വന്ന് ഇറങ്ങിയിരിക്കുന്ന ഇവിടെയാണ്. വെള്ളം പോകാൻ വേണ്ടി ചെറിയൊരു സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കാരണം വെള്ളം ഇത് ഒഴുകി പോകും, പക്ഷേ അതിന് ടൈം എടുക്കും. ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വേറെ ഇനി മഴ പെയ്തില്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് വൈകുന്നേരം വരെ നോക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ 4-5 സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരാൾ കയറാൻ വയ്യാത്ത വഴിയിലോട്ട് അയക്കേണ്ടത് ഇത്. അല്ലെങ്കിൽ റോഡ് ശകലമൊക്കെ ഒന്ന് പൊക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല കഴിഞ്ഞ എല്ലാ മഴക്കാലത്തും എല്ലാ മഴക്കാലത്തും ഇവിടെ വെള്ളം സ്ഥിരമായിട്ട് പൊങ്ങുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ചെളി ഒരുപാട് അടിയുന്നുണ്ടായിരുന്നു. ഇത്തവണ പിന്നെ ചെളി അടിയുമെന്ന് എനിക്കറിയില്ല. കാര്യം കോൺക്രീറ്റ് കുറച്ചും കൂടെയൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് ചെളി വലുതായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. എങ്കിലും വെള്ളം നല്ലോണം പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇതിപ്പം ഒഴുകി പോകാൻ ഒരുപാട് ടൈം എടുക്കും. നമ്മളെ മാത്രമല്ല, തൊട്ടപ്പുറത്തെ കടയ്ക്ക് അതിൻ്റെ അപ്പുറത്തുള്ള ബേ ബ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണ്. ഇവിടെ അലൻസോളിയുടെ ഷോറൂം ഉണ്ട്. QRS വരെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. QRS ഇതുവരെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസിന് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല? കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ അത് ബിൽഡിംഗുകാരൊക്കെ കൊടുത്തു കാണുമായിരിക്കും. നമ്മളായിട്ട് ഇതുവരെയും കൊടുത്തില്ല. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമേ ആയുള്ളൂ ഈ ഷോപ്പിൽ വന്നിട്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും എഴുതിയൊക്കെ കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അല്ലെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇതുകൂടാതെ വയലുകളിൽ നിന്നുള്ള വെള്ളം കൂടെ റോഡിലേക്കാണ് കയറുന്നത്.